ഇന്നത്തെ നമ്മുടെ യാത്ര തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്കാണ്. ശ്രീ രാജരാജ ചോളൻ പണി കഴിപ്പിച്ച തഞ്ചൈ പെരിയ കോവിലിലേക്ക്. വെക്കേഷൻ എടുത്തപ്പോൾ ആദ്യക്കൂടൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, അവൾക്കൊരു യാത്ര പോകണമെന്ന്. ഒന്നല്ല 2 യാത്ര ഞങ്ങളവളെ കൊണ്ടുപോയി. ആദ്യത്തെ യാത്ര പോയത് കണ്ണൂർ ശ്രീ മൃദംഗശൈലേശ്വര ക്ഷേത്രത്തിലേക്കായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്തെങ്കിലും പിന്നീടത് വീഡിയോ ആക്കാനോ അത് ഒരു വ്ളോഗ് ആക്കാനോ സമയം കിട്ടിയില്ല. പിന്നെ അത് ഡിലീറ്റ് ആയിപ്പോയി. രണ്ടാമത്തെ യാത്രയാണ് തഞ്ചാവൂരിലേക്കുള്ള ഈ യാത്ര. പാലായിൽ നിന്ന് ഏകദേശം 7.25 മണിക്കൂറാണ് തഞ്ചാവൂരിലേക്കുള്ള യാത്ര ഗൂഗിൾ മാപ്പ് കാണിച്ചത്. കേരളത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ആ സമയത്താണ് ഈ യാത്ര. തമിഴ്നാട്ടിലെത്തുമ്പോൾ മഴ കാണില്ല എന്ന് കരുതി എന്തായാലും നമുക്ക് പോയി നോക്കാം. മുട്ടത്തെത്തിയപ്പോൾ ഒരു പമ്പിൽ കയറി ഫുൾ ടാങ്ക് എണ്ണയടിച്ചു. ഇനി ഇവിടെ നിന്ന് നേരെ നാടുകാണി ചുരം കയറണം. നാടുകാണി ചുരം കയറി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ചെറിയൊരു കോടമഞ്ഞുണ്ട്. പക്ഷേ ഈ യാത്ര എനിക്കിഷ്ടമാണ്. ചെറിയ കോടമഞ്ഞും ലൈറ്റായിട്ട് മഴയും ഇഷ്ടപ്പെട്ട ഗാനവും. പക്ഷേ ഇതിനൊരു ദൂഷ്യവശമുണ്ടെന്ന് മുന്നോട്ട് ചെന്നപ്പോൾ മനസ്സിലായി. കുളമാവ് ഡാം എത്തിയപ്പോൾ ഒന്നും കാണാൻ മേല, അതുപോലെയായിരുന്നു കോടമഞ്ഞ്. എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പോലും വിസിബിലിറ്റി അത്രയ്ക്ക് മോശമായ അവസ്ഥയായിരുന്നു. പിന്നീട് വീണ്ടും യാത്ര തുടങ്ങിയപ്പോൾ ആദ്യക്കൂട്ടൻ മടുത്തെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി. പുറത്തെ കാഴ്ചകൾ കുറേ നേരം കണ്ടു നിന്നതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. ഇനി അടുത്ത സ്റ്റോപ്പുള്ളത് ചെറുതോണിയിലാണ്. ചെറുതോണിയിലെത്തി ഒന്ന് ഇറങ്ങി നിൽക്കണം. കുഞ്ഞു കൂടെയുണ്ട്. ഒത്തിരി നേരം വണ്ടിയിലിരിക്കില്ല അവൾ. അതിനാലാണ് ചെറുതോണിയിലൊന്ന് നിർത്താമെന്ന് കരുതിയത്. 2018 പ്രളയസമയത്ത് ഒലിച്ചു പോയതാണ് ചെറുതോണിയിലെ ഈ പാലം. പിന്നീട് നിർമ്മിച്ച ഈ പാലം നല്ല വീതിക്കാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രളയം കാരണം ചെറുതോണിക്കാർക്കൊരു ലാഭമുണ്ടായി. വീണ്ടും യാത്ര തുറന്നു. ഹോട്ടൽ ഹിൽ പാലസ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കയറി. ഹിൽ പാലസ് ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫുഡ് അത്രയ്ക്ക് നല്ലതല്ല. അപ്പവും ചപ്പാത്തിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല. വളരെ മോശമായിരുന്നു ഫുഡ്. രാവിലത്തെ നല്ല വിശപ്പ് കാരണം ഇരുന്ന ഇരിപ്പിൽ 2 അപ്പം ഞാൻ അകത്താക്കി. പിന്നീടുള്ള യാത്ര നേരെ കമ്പത്തിനായിരുന്നു. കമ്പത്തെത്തിക്കഴിഞ്ഞാൽ ആദ്യക്കൂട്ടന് മുന്തിരിത്തോട്ടത്തിൽ കയറണമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെയൊന്നും നോക്കിയില്ല. അടുത്തുള്ള മുന്തിരിത്തോട്ടം തപ്പി അങ്ങോട്ട് പോയി. സീസൺ അല്ലാത്തതുകൊണ്ട് മുന്തിരിച്ചെടികൾ ഉണങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് ഏരിയയിൽ മാത്രം അവർ മുന്തിരിച്ചെടികൾ നട്ടു വളർത്തി എപ്പോഴും ഒരു ഫലപുഷ്ടമായുള്ള ഒരു അന്തരീക്ഷത്തിൽ നിർത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും വിസിറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവർക്ക് ഇതാണ് ഒരു പ്രധാന വരുമാനം. മുന്തിരി മാത്രമല്ല, ടൂറിസവും ഇവിടുത്തെ ഒരു പ്രധാന വരുമാനമാണ്. തൊട്ടടുത്ത ഷോപ്പിൽ കയറി ഒരു ബദാം മിൽക്കും ഒരു റോസ് മിൽക്കും കഴിച്ചു. കുറച്ച് പാഴ്സലും മേടിച്ചു. അപ്പോഴാണ് ആ കാഴ്ച ശ്രദ്ധിക്കുന്നത്. ഇവിടെ മുന്തിരിച്ചെടികൾ കൊടുക്കാൻ വെച്ചിട്ടുണ്ട്. സൈഡിലായി കുപ്പികളും ബോട്ടിലുകളും മുന്തിരി വൈനും ഒക്കെ കൊടുക്കാനുണ്ട്. തൊട്ടടുത്ത കടയിൽ നിന്ന് സ്നാക്സൊക്കെ വാങ്ങി. എന്തായാലും ആദ്യക്കൂട്ടന് റോസ് മിൽക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ആദ്യക്കൂട്ടൻ റോസ് മിൽക്ക് കഴിക്കുന്നത്. അഞ്ചിയും ഞാനും ഓരോ ബദാം മിൽക്കും കഴിച്ചു. ചെറിയ സ്നാക്സും കഴിച്ചതിന് ശേഷം അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. ഏറെ ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് വഴി സൈഡിൽ വീണ്ടും വണ്ടി നിർത്തിയത്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് റോഡിൻ്റെ ഇരുവശങ്ങളായി നിറയെ തെങ്ങിൻ തൈകൾ നിൽക്കുന്നു. തെങ്ങിൻ തൈകളല്ല, വലിയ തെങ്ങാണ്. പിന്നീട് നമ്മൾ ദിണ്ടുകലിലെത്തിയപ്പോൾ 5 കറിയ നിർബന്ധം. തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കണം. പിന്നൊന്നും നോക്കിയില്ല, നേരെ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാൻ കയറി. രാവിലത്തെ ഫുഡിൻ്റെ മടുപ്പുണ്ടായിരുന്നു, പിന്നെ നല്ല വിശപ്പും. എന്തായാലും നല്ല പീസ്ഫുൾ അന്തരീക്ഷമായിരുന്നു, നീറ്റ് ആൻഡ് ടൈഡി. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് വെയിറ്റർ വന്നത്. അതുവരെ അവിടെ കളിച്ച് ചിരിച്ചിരുന്നു. വെയിറ്റർ വന്നപ്പോൾ 2 തലപ്പാക്കട്ടി ബിരിയാണിയും 2 ഫ്രഷ് ലൈമും പറഞ്ഞു. ക്വാണ്ടിറ്റി കുറവായിരുന്നെങ്കിലും ഒരാൾക്ക് കഴിക്കാൻ സഫീഷ്യൻ്റ് ആയിരുന്നു ഫുഡ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ റേറ്റ് അല്പം കട്ടിയാണ്. പക്ഷേ നല്ല ഫുഡാണ്. ഇന്നിപ്പോൾ ചിക്കൻ കഴിച്ചതുകൊണ്ട് ഇന്നിപ്പോൾ അമ്പലത്തിൽ കയറാൻ സാധിക്കില്ലല്ലോ. വീണ്ടും യാത്ര തുടർന്നു. നമ്മളങ്ങനെ തഞ്ചാവൂരിലെത്തി. തഞ്ചാവൂരിലെ നൈറ്റ് ട്രിപ്പിൻ്റെ യാത്രകളും അവിടുത്തെ സ്റ്റേയുടെ കാര്യങ്ങളും എല്ലാം ഷോർട്സായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുത്തിരുന്നു, പക്ഷേ അതും ഡിലീറ്റ് ആയിപ്പോയി. അപ്പം ഷോർട്സ് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.